ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നാടൻ പലഹാരങ്ങളുള്ളൊരു വ്ളോഗുമായിട്ടാണ്. ഒരൊറ്റ മാവ് കൊണ്ടാണ് ഈ രണ്ട് നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രണ്ട് നാടൻ പലഹാരങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ ഈ ഒരു വീഡിയോയിൽ അൺബോക്സിങ് കൂടി ഉണ്ട് കേട്ടോ, അപ്പോൾ അതും കൂടി കാണാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നഡ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ആ നാടൻ പലഹാരങ്ങളുള്ള വ്ളോഗിലോട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പം ഒരൊറ്റ മാവിൽ നെയ്യപ്പവും അതുപോലെ ഉണ്ണിയപ്പവും ഉണ്ടാക്കാൻ പോവുകയാണ്. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ചേഞ്ചസ് വരുത്താനുണ്ട് മാവിൽ, എന്നാലും ഒരൊറ്റ മാവ് മതി. അതുപോലെ ഇത് പച്ചരിയാണ്. 4 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. 4 കപ്പ് 250 ml 4 കപ്പിലാണ് പച്ചരി അളന്നിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിപ്പോൾ 5 മണിക്കൂറായി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട്. ഇനി നമുക്കിതിലോട്ട് മധുരത്തിനായിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തത് വേണം. അപ്പോൾ ഈ കാണുന്ന അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ നമുക്ക് എത്ര വേണം എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാമല്ലോ. കറക്റ്റ് മെഷർമെൻറ്റ് പറയുവാണെങ്കിൽ ഒരു 400 ഗ്രാമൊക്കെ ശർക്കര ഉണ്ടാവും ഇത്. അപ്പോൾ അതൊന്ന് ഉരുക്കിയെടുക്കുക. 1 കപ്പ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ ശർക്കരപ്പാനി നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാറണം. ചൂടാറിയ ശേഷം ആ ശർക്കരപ്പാനിയിലാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത് കേട്ടോ. അരി അരച്ചെടുക്കാൻ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മാവ് ലൂസായി പോകും. അപ്പോൾ നമുക്ക് വിചാരിച്ചൊരു കൺസിസ്റ്റൻസി കിട്ടിയില്ല കേട്ടോ. അതുപോലെ തന്നെ ഞാനൊരു പാത്രം അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് വലിയ ജീരകം ഒന്ന് വറുത്ത് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതാ വലിയ ജീരകം കേട്ടോ, അതായത് ഫെനൽ സീഡാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വല്ലാണ്ട് ഡാർക്കാക്കി പോകണ്ട, ഒന്ന് വറുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ കേട്ടോ. എന്നാലേ നല്ലൊരു മണം ഉണ്ടാവുള്ളൂ നെയ്യപ്പത്തിലോട്ടും അതുപോലെ ഉണ്ണിയപ്പത്തിലോട്ടൊക്കെ. പിന്നെ വലിയ ജീരകം ഞാൻ 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾക്കത് പൊടിക്കണമെങ്കിൽ അത്യാവശ്യം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. ഇതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ പൊടിച്ചത്. അപ്പോൾ നമുക്കത് പൊടിക്കാൻ വെക്കാം. പിന്നെ നമ്മുടെ ശർക്കരപ്പാനി ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നന്നായിട്ട് മെൽറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ശർക്കര മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ അരിയുടെ കൂടെ അരച്ചെടുക്കുന്നത് കേട്ടോ. അത് വെച്ചിട്ട് അപ്പോൾ ചൂടാറട്ടെ. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങയും വേണം. അപ്പോൾ തേങ്ങ ഒന്ന് ചിരവി എടുക്കുവാണ്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ഇതിലോട്ട് വേണ്ടത്. 4 കപ്പ് പച്ചരിയിലോട്ട് നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് മതി കേട്ടോ. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ വലിയ ജീരകം വറുത്തല്ലോ, അതൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ വീണ്ടും പറയുവാണ്, വലിയ ജീരകം നമ്മൾ പൊടിച്ചത് ഇത്ര മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്. ഇതിൽ നിന്നൊരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും ചേർക്കരുത്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ചോറാണ്. ചോറ് ഞാനിപ്പം 1 കപ്പ് ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 കപ്പ്, ഈ ഒരു കപ്പിൽ തന്നെയാണ് ഞാൻ അരിയും എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 4 കപ്പ് പച്ചരിയിലോട്ട് നമുക്ക് 1 കപ്പ് ചോറ്, 1/2 കപ്പ് തേങ്ങ ചെരുവിയത്, ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത് കേട്ടോ. പിന്നെ ശർക്കരപ്പാനി ഞാൻ പറഞ്ഞല്ലോ, ഒരു 400 ഗ്രാമൊക്കെ മതി. മധുരം പാകത്തിനാവും. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതൽ എടുക്കുക. അപ്പോൾ ശരിക്കും 400 ഗ്രാം ശർക്കരയൊക്കെ തന്നെ ധാരാളം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അരക്കണ്ട, 2 തവണകളായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം പച്ചരി ഇട്ട് കൊടുത്തു ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട്. ഇനി അതിലോട്ട് തേങ്ങ ചെരുവിയത് അതിനെ പകുതി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചോറുണ്ടല്ലോ, ചോറും അതുപോലെ തന്നെ പകുതി ഇട്ട് കൊടുക്കുക. എല്ലാം പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് ഓരോ തവണകളായിട്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ ശർക്കരയും കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് ശർക്കര ഒഴിച്ചു കൊടുക്കേണ്ട ഒരൊറ്റ തവണ, കാരണം അരി അരക്കുമ്പോൾ നമുക്ക് പാകത്തിനുള്ള ശർക്കര ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു പകുതിയോളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം അരച്ചെടുക്കാം. ഇതിപ്പം ഇവിടുത്തെ ഉമ്മയുടെ റെസിപ്പിയാണ്. ഉമ്മ നെയ്യപ്പം ഉണ്ണിയപ്പം അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. കൽത്തപ്പം അതൊക്കെ നല്ല രസമാണ് ഉണ്ടാക്കിയാൽ. അപ്പോൾ ഏകദേശം ഒരേപോലത്തെ ഒരു മാവ് തന്നെയായിരിക്കും നെയ്യപ്പത്തിലോട്ടും ഉണ്ണിയപ്പത്തിലോട്ടും. കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. നമ്മളിപ്പം ഒരൊറ്റ മാവ് ഉണ്ടാക്കിയിട്ടാണ് അതിൽ ആ ചേഞ്ചസ് വരുത്തുന്നത് കേട്ടോ. അപ്പം ഇതിപ്പം അരച്ചെടുത്തിട്ടുള്ളത് നമ്മൾ നെയ്യപ്പത്തിലോട്ടുള്ള മിക്സാണ് നമ്മളിപ്പം ആദ്യം അരച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ചും കൂടി ചേരുവകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം കൂടിയായി. അപ്പം രണ്ടാമത്തെ ബാച്ച് നമുക്ക് അരച്ചെടുക്കുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കാനുള്ളത്, അരിയിലുള്ള വെള്ളം ഒക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം അരിയൊക്കെ അരച്ചെടുക്കാൻ കേട്ടോ. കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് ലൂസായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂ പോലെ ആയിരിക്കും സൈഡൊക്കെ വരിക. അപ്പോൾ അങ്ങനെയൊന്നും ആവാൻ പാടില്ല. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് മാവ് നല്ല കട്ടി ഉണ്ടായിരിക്കണം.
അപ്പോൾ നമ്മൾ രണ്ടാമത്തെ തവണ അരച്ചതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടി നല്ലോണം ഒന്ന് കമ്പൈൻ ചെയ്ത് വരണം. കാരണം നമ്മൾ 2 തവണകളായിട്ടാണല്ലോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു മാവ് അപ്പം തന്നെ ചുട്ടെടുക്കുന്നില്ല. നമ്മളൊരു വീണ്ടും ഒരു 3-4 മണിക്കൂർ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വരട്ടെ. എന്നിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാൻ കേട്ടോ. ഉടനെ തന്നെ ചുട്ടെടുത്താൽ നമുക്ക് പെർഫെക്ഷനിൽ കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റും കിട്ടണമെന്നില്ല. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കണ്ട, ഇത്ര മതി. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അരി അരക്കുന്ന സമയത്ത് ഈ പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇത് മിക്സ് റെഡിയായി കഴിഞ്ഞ ശേഷം, അതായത് ബാറ്റർ റെഡിയായി കഴിഞ്ഞ ശേഷം മാത്രം ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു സംഭവം കൂടി ചേർക്കാനുണ്ട്. കറുത്ത ജീരകം, കരിഞ്ജീരകം കൂടി ചേർക്കാനുണ്ട്. അതാണ് ഈ നെയ്യപ്പത്തിൻ്റെ മുകളിലൊക്കെ ഒരു ബ്ലാക്ക് കളറിൽ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടോ ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ നമ്മളൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഉണ്ണിയപ്പവും അതുപോലെ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ 2 പാത്രത്തിലോട്ട് ബാറ്റർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നെയ്യപ്പത്തിലോട്ടുള്ള മിക്സാണിത്. നല്ല കട്ടിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പം എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഒരു നെയ്യപ്പൊക്കെ ഉമ്മ ചുട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആവുന്നുണ്ടോയെന്ന്. അപ്പോൾ പാകത്തിന് ആവുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ചുട്ടെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എണ്ണയുടെ ചൂടൊക്കെ കറക്റ്റായിരുന്നു. ഇനി നമുക്ക് നെയ്യപ്പം ഒഴിച്ചെടുക്കാം. അപ്പോൾ നെയ്യപ്പം ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഈ ഒരു നെയ്യപ്പം ഒഴിച്ച ശേഷം പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ ഒരു തവി എടുത്തിട്ട് താഴ്ത്തി വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. താഴ്ത്തി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ അത്യാവശ്യം എണ്ണ വേണം കേട്ടോ. എണ്ണ ഇല്ലാണ്ട് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അതാ ഒറ്റ പൊള്ളനായിട്ട് ഇങ്ങനെ പൊങ്ങി വരുവാണെങ്കിൽ നെയ്യപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. അതുപോലെ സൈഡിൽ ഇങ്ങനെ പൂ പോലെ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ മാവിൽ വെള്ളമൊക്കെ കറക്റ്റ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 വശവും ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നല്ലോണം എന്താ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നെയ്യപ്പത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരൊറ്റ സമയത്ത് ഒരു നെയ്യപ്പം മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ നെയ്യപ്പം ഉണ്ടാക്കുന്നതിൽ നല്ലത് കുറച്ച് വലിയ നെയ്യപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നോർമലായിട്ടുള്ള സൈസ്. ഇതിലും ചെറിയ നെയ്യപ്പം ഉണ്ടാക്കാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് മാത്രം ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതാ ഇങ്ങനെ കോരി എടുത്തിട്ട് കുറച്ച് നേരം അവിടെ തന്നെ വെക്കുക. എന്നാലും നെയ്യല്ല എണ്ണയൊക്കെ പുറത്തേക്ക് പോവുള്ളൂ. വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഓയിലൊന്നുമല്ല കേട്ടോ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റാണ് നല്ലത്. അപ്പോൾ രണ്ടാമത്തെ നെയ്യപ്പം ഇതാ ഒഴിച്ചെടുക്കുകയാണ്. രണ്ടാമത്തല്ല, മൂന്നാമത്തത്. ആദ്യത്തത് ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം. അപ്പോൾ ഓരോ തവണ ഒഴിക്കുമ്പോഴും നമ്മൾ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ താഴ്ത്തി ഒഴിച്ചു കൊടുക്കണം. പിന്നെ എണ്ണയുടെ ചൂട് ഭയങ്കര നിർബന്ധമാണ്. നല്ല ചൂടുണ്ടെങ്കിൽ അതിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് പൊട്ടിപ്പോവും. ഒട്ടും ചൂടില്ല എന്നാണെങ്കിൽ പൊങ്ങി വരില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എണ്ണയുടെ ചൂട് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം ചൂട് കുറവാണെങ്കിൽ കുറച്ചൊന്ന് കൂട്ടി വയ്ക്കുക. ചൂട് കൂടുതലാണെങ്കിൽ കുറച്ചും വയ്ക്കുക കേട്ടോ. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ മാവ് ഉണ്ടാക്കുന്ന സമയത്ത് അരിയും അതുപോലെ ചോറും ഒക്കെ കറക്റ്റ് അളവിൽ തന്നെ എടുക്കുക. 4 കപ്പ് പച്ചരിയിലോട്ട് 1 കപ്പ് ചോറ്, 1/2 കപ്പ് തേങ്ങ, പിന്നെ ശർക്കര പാകത്തിന്. വെള്ളം ഒട്ടും കൂടി പോകരുത് അരക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ മാവ് അരയ്ക്കുമ്പോൾ ചെറിയൊരു തരി ഉള്ളത് നല്ലതാട്ടോ നെയ്യപ്പത്തിലോട്ട്. വല്ലാണ്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും അരവ് വേണം പാകത്തിന്. വെള്ളം ഒട്ടും തന്നെ കൂടരുത്. അതുപോലെ തന്നെ എണ്ണയുടെ ചൂട് ഭയങ്കര ഹൈ ഫ്ലെയിമിലും വെക്കരുത്, ലോ ഫ്ലെയിമിലും വെക്കരുത്. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെയ്യപ്പം അത്യാവശ്യം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ മാവ് നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഈ ഒരു മാവിൽ തന്നെ നമ്മൾ ഉണ്ണിയപ്പത്തിന് എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ നോക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള മാവ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലോട്ട് കുറച്ചുകൂടെ മാവ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യപ്പത്തിൻ്റെ മാവ് ഒഴിച്ചിട്ടുണ്ട്. കാരണം നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ സമയം എടുക്കും. ഒരൊറ്റ സമയത്ത് നമുക്ക് ഒരു നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മാവ് ഉണ്ണിയപ്പത്തിൻ്റെ മാവിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എന്തൊക്കെ ചേഞ്ചസ് വരുത്താനുള്ളത് നോക്കാം. പിന്നെ നമ്മൾ ഉണ്ണിയപ്പത്തിലോട്ട് എന്തെങ്കിലും കടിക്കാനുണ്ടാകുമ്പോൾ ടേസ്റ്റ് അല്ല. അപ്പോൾ കുറച്ച് തേങ്ങ കൊത്തൊന്ന് വറുത്തിട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് വറുത്തിട്ടാട്ടോ ഇടാനുള്ളത്. പിന്നെ ഇതിലോട്ട് മെയിനായിട്ട് ചേർക്കാനുള്ളത് ചെറുപഴം. 2 ചെറുപഴം എടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു സൈസിലുള്ള 2 എണ്ണം എടുത്തിട്ടുള്ളത്.
അപ്പം ഈ നെയ്യപ്പത്തിൻ്റെ മാവിലോട്ട് 2 ചെറുപഴം നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന ബാറ്ററിനനുസരിച്ച് വേണം കേട്ടോ ചെറുപഴം എടുക്കാൻ. അപ്പോൾ കൂടുതൽ ചെറുപഴം എടുക്കും വേണ്ട, എന്നാൽ കൂടുതൽ ബാറ്റർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരെണ്ണം കൂടി കൂടുതൽ എടുക്കാം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നെയ്യപ്പം അത്യാവശ്യം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഞാൻ അവിടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം ഈ ചെറുപഴം നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ നെയ്യപ്പത്തിൻ്റെ ബാറ്ററിനേക്കാളും കുറച്ചുകൂടെ ലൂസാവും ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ. അതിപ്പോൾ നമ്മൾ ചെറുപഴം ജ്യൂസാക്കിയിട്ട് ചേർത്ത് കൊടുത്തു, അപ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ടുണ്ടാവും. അപ്പം ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ഈ നമ്മൾ നെയ്യപ്പം ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ ഞാൻ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ കൊത്ത് വറുത്തെടുത്തത് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ. അപ്പം ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഈ ഒരു മിക്സിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടില്ല, ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല, അതുപോലെ മുട്ട ചേർത്തിട്ടില്ല. എന്നിട്ട് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴും എണ്ണയുടെ ചൂട് നല്ലോണം നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. അപ്പം സാധാരണയായിട്ട് മുട്ട ചേർക്കുമ്പോഴും അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒക്കെ ചേർക്കുമ്പോഴാണ് ഇതിങ്ങനെ പൊങ്ങി വരിക. അതിനൊന്നും ആവശ്യമില്ല, പഴം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ അരക്കുന്ന സമയത്ത് ചോറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു സോഫ്റ്റ്നെസ്സും കൂടി ഉണ്ടാവും. പിന്നെ ഈ ഉണ്ണിയപ്പത്തിൻ്റെയും അതുപോലെ നെയ്യപ്പത്തിൻ്റെയൊക്കെ മാവ് സെയിം ആയതുകൊണ്ട് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും രണ്ടിൻ്റെ ടേസ്റ്റ് ഒരേപോലെ ആവുമെന്ന്. അങ്ങനെയല്ല, അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം എന്ത് ഡിഫറൻസ് ഉണ്ടാവുക എന്നുള്ളത്. 2 വശവും നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക, വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം എണ്ണ ഉണ്ടാവും കേട്ടോ ഇത് രണ്ടിലും. അപ്പം നല്ലോണം ടിഷ്യൂ കൊണ്ട് നല്ലോണം ഒപ്പിയെടുത്ത ശേഷം ചൂടാറിയിട്ട് ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അത് നിങ്ങളൊരു തവണ ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ഇവിടെ ഉമ്മാൻ്റെ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെയാണ് കൽത്തപ്പം, നെയ്യപ്പം, ഉണ്ണിയപ്പം. അതൊക്കെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ റെസിപ്പി തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നുള്ളൂ. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ഉമ്മ ചേർത്തിട്ടുണ്ടായിരുന്നത് മൈദ, റവ, മുട്ട അതൊക്കെയായിരുന്നു കേട്ടോ. അപ്പം അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അത് നമുക്ക് ഗൾഫിലേക്ക് കൊടുത്തയക്കാനൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കുറേ നാൾ കേടുകൂടാണ്ട് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിരുന്നു. അപ്പം അത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം, ഞാൻ താഴെ പിൻഡ് കമൻ്റായിട്ട് കൊടുക്കാം. ശരിക്കും ആൾക്കാർ നെയ്യപ്പം ഉണ്ടാക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരൊറ്റ സമയത്ത് ഒരു നെയ്യപ്പല്ലേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് ആയതുകൊണ്ടായിരിക്കാം. ഉണ്ണിയപ്പം ആകുമ്പോൾ കുറേ കുഴികളുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഉണ്ണിയപ്പം ഒരൊറ്റ സമയത്ത് ഉണ്ടാക്കിയെടുക്കാമല്ലോ, കുറേ ടൈം വേസ്റ്റ് ആവില്ല. അപ്പോൾ ഉണ്ണിയപ്പം ഇതാ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാം. വാഴയിലയിൽ പ്ലേറ്റ് ചെയ്യുമ്പോഴല്ലേ അതിൻ്റേതായ ഒരു ഭംഗി, നമ്മുടെ നാടൻ പലഹാരങ്ങളും അല്ലേ. അപ്പോൾ ഇതാ നമ്മളിപ്പം ഒരൊറ്റ മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തുള്ള നെയ്യപ്പം ഉണ്ണിയപ്പം ഒക്കെയാണ്. ആ ഒരു ടെക്സ്ചർ തന്നെ നല്ല ഡിഫറെൻ്റ് ആണ്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും രണ്ടും സെയിം തന്നെ ആയിരിക്കും ടേസ്റ്റ് എന്നുള്ളത്. പക്ഷേ സെയിം അല്ല, ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെയുണ്ട് നോക്കാം. ഉണ്ണിയപ്പം കുറച്ച് ഓയിലി ആയിട്ടാണ് കാണുന്നത്. അത് ടിഷ്യൂ പേപ്പറായിട്ട് നല്ലോണം ഒന്ന് ഒപ്പിയെടുത്താൽ മതി കേട്ടോ, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് ഫ്രൈ ചെയ്ത പാടന്നെ പുറത്തേക്ക് എടുത്തതാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതാ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചെറുതായിട്ട് കടിക്കാനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് നെയ്യപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നെയ്യപ്പത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ, നെയ്യപ്പം എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഓയിലി ആണ് ആ ഒരു പലഹാരം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതാ അകത്ത് നല്ല ആര് വന്ന പോലെ ഉണ്ടാവും, അതായത് കൽത്തപ്പത്തിൻ്റെ ഒക്കെ പോലെ ആര് വരണം, അതാണ് അതിൻ്റെ പെർഫെക്ഷന്. അപ്പോൾ ഒരൊറ്റ മാവ് കൊണ്ട് ഉണ്ടാക്കിയുള്ള നെയ്യപ്പവും അതുപോലെ ഉണ്ണിയപ്പവുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല സിമ്പിളാണ്, നല്ല കിടിലൻ ടേസ്റ്റാണ്, നല്ല പെർഫെക്റ്റാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക.
പിന്നെ ഞാൻ സാധാരണ യൂട്യൂബിലൊക്കെയാണ് ഗിവ് അവേ വെക്കാറ്. ഇതിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. ഐഷസ് കിച്ചൻ ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ ഒരു ഗിവ് അവേ നടക്കുന്നത്. 2500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സാണ് 5 പേർക്കാണ് നൽകുന്നത്. ഇഹം ഡിജിറ്റലാണ് ഈ ഗിവ് അവേ സ്പോൺസർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കുക. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് താഴെ പിൻ്റെ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇതിൽ പങ്കെടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു ഫീഡ് പോസ്റ്റിൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഗിഫ്റ്റ്സ് ഒക്കെ അയച്ചു തന്നിട്ടുള്ളത് ബേബി ബൂ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് റൂയിമോൾക്കുള്ള ഐറ്റംസൊക്കെയാണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം അത്രയും നല്ല ഭംഗിയുണ്ടായിരുന്നു പ്രൊഡക്ട്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒരു തവണ ഒരു വ്ളോഗിലൊക്കെ ഞാനിത് ഇട്ടിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു ബോക്സിൽ നിറയെ കുട്ടിയുടെ ഹെഡ് ബാൻഡ്സ് ഒക്കെയാണ്, പിന്നെ ഒരു ബോക്സിൽ ഇതാ ഫ്രോക്ക് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് UAE നിന്നാട്ടോ. UAE നിന്ന് ഇങ്ങോട്ടേക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. ഇവർ UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പാണ്. ബേബി ബൂ എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക, അവരുടേതായിട്ടുള്ള വെബ്സൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെയാണിത്. അപ്പോൾ ഞാൻ റൂയിമോൾക്ക് ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ഇന്നർ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഒരു അവരുടെ ഹെഡ് ബാൻഡ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ഫ്രോക്കാണ്. അതൊരു നല്ല സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ഇങ്ങനത്തെ കളക്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു ഹെഡ് ബാൻഡ് കണ്ടോ, അതൊക്കെ അവരയച്ചു തന്നിട്ടുള്ള ഹെഡ് ബാൻഡാണ്. ഞാൻ കാണിച്ചു തരാം. അതിൻ്റേതായിട്ടുള്ളൊരു ബോക്സ് തന്നെ ഉണ്ട്. കുറേ ഹെഡ് ബാൻഡ്സ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബേബി ബൂവിൻ്റെ ബിബും അതിൻ്റെ കൂടെ ഹെഡ് ബാൻഡും ഉണ്ട്. പിന്നെ ഹെഡ് ബാൻഡ്സൊക്കെ ഹോം മെയ്ഡായിട്ട് ചെയ്തതാണ് കേട്ടോ. അവർ തന്നെ ചെയ്തതാണ് ഹെഡ് ബാൻഡ്സൊക്കെ. ഡ്രസ്സുകളൊക്കെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഇഷ്ടപ്പെട്ട മോഡലിൽ ഹെഡ് ബാൻഡ്സൊക്കെ വേണമെന്നുള്ളവർക്കൊക്കെ ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാൻ. നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഹോം മെയ്ഡാണെന്ന് നമുക്ക് തോന്നിയില്ല, കണ്ടാൽ തന്നെ തോന്നില്ല. ഇതൊക്കെ ഹോം മെയ്ഡായിട്ട് ചെയ്തതാണ്. പിന്നെ വരുന്നത് ഒരു കാഷ്വൽ ഡ്രസ്സാണ്. അതൊക്കെ ഇമ്പോർട്ടഡ് ഡ്രസ്സുകളാണ്. പിന്നെ വാഷിംഗ് ഡയപ്പറാണ്. അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ കുറേ കളക്ഷൻസ് കാണാൻ പറ്റും. പിന്നെ അതാ ഒരുപാട് ഹെഡ് ബാൻഡ്സുകൾ കൊടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ റൂയിമോൾ കുറേ നേരം ഒന്നും ഇട്ട് നിൽക്കില്ല, അതുകൊണ്ട് എനിക്ക് ഇട്ട് കൊടുക്കാനുള്ളൊരു ഇതില്ല. റോസുവിന് നല്ല പാകമാണ്. പിന്നെ ഒരു ഷൂസ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറേ ഹെഡ് ബാൻഡ്സുകളുണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു ടാഗിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടൊക്കെയാണ് കൊടുത്ത് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയിലൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് കാണുമ്പോൾ ഉള്ള ഭംഗി കൊണ്ട് നമ്മൾ ഓരോ തവണ പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ സോക്സ് ഉണ്ട്. ഇപ്പോൾ അടുത്തൊന്നും റോസിനും റൂഹിക്കൊന്നും ഹെഡ് ബാൻഡ്സ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അത്രയും കുറേ പല കളേഴ്സിലും പല മോഡലിലും ആയിട്ടുള്ള ഹെഡ് ബാൻഡ്സ് അവർ കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാം ഹാൻഡ് മെയ്ഡുമാണ്. പിന്നെ റൂയിമോൾക്ക് ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കും. ഫോട്ടോ എടുക്കാൻ പോലും അവൾ അതിനൊന്നും കിട്ടൂല. അപ്പോഴേക്കും അവളെ എടുത്ത് മാറ്റും. അവൾക്ക് തലയിലൊന്നും വെക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഒന്നും വെക്കാൻ പറ്റാത്തത്. അപ്പോൾ റോസുവിന് എന്തായാലും ഇതൊക്കെ മുതലാവുന്നുണ്ട്. റോസുവിന് നല്ല പാകമുണ്ട് കേട്ടോ. മാക്സിമം റോസുമാണ് ഇട്ട് നടക്കുന്നത്. ഞാനിപ്പോൾ എല്ലാം കാണിക്കാൻ കാരണം എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പെർഫെക്ഷൻ ഉണ്ട്. അപ്പോൾ UAEയിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ഹെഡ് ബാൻഡ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഞാൻ താഴെ പിൻ്റെ കമൻറ്റിൽ അവരെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.